കോഴിക്കോട് വടകര കടത്തനാട് ലേബർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്കെതിരെ പരാതിയുമായി കൂടുതൽ നിക്ഷേപകർ. സൊസൈറ്റിയിൽ 21 ലക്ഷം രൂപ നിക്ഷേപിച്ച മണിയൂർ സ്വദേശി CK ശങ്കരനാണ് പരാതിയുമായി രംഗത്ത് വന്നത്. സൊസൈറ്റിയിൽ 2.16 കോടി രൂപയുടെ ക്രമക്കേട് നടന്നതായി സഹകരണ വകുപ്പ് ഓഡിറ്റ് വിഭാഗം നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട്. അതേസമയം നിക്ഷേപത്തുക തിരികെ ലഭിക്കാത്തതിനെ തുടർന്ന് വയോധികൻ ജീവനൊടുക്കിയതിൽ റിപ്പോർട്ട് തേടിയതായി സഹകരണ വകുപ്പ് മന്ത്രി M. ലിജു പറഞ്ഞു. കക്ഷി രാഷ്ട്രീയം നോക്കാതെ കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചു. 2022-24 കാലയളവിൽ സഹകരണ വകുപ്പ് നടത്തിയ ഓഡിറ്റിലാണ് കടത്തനാട് ലേബർ സർവീസ് സൊസൈറ്റിയിൽ 2 കോടിയുടെ തട്ടിപ്പ് നടന്നതായി കണ്ടെത്തിയത്. തുടർന്ന് കേസിന്റെ അന്വേഷണം ജില്ലാ ക്രൈംബ്രാഞ്ചിന് കൈമാറി. അതിനിടെ സൊസൈറ്റിക്കെതിരെ കൂടുതൽ നിക്ഷേപകർ പരാതിയുമായി രംഗത്ത് വന്നിട്ടുണ്ട്. 21 ലക്ഷം രൂപ നിക്ഷേപിച്ച മണിയൂർ സ്വദേശി CK ശങ്കരനാണ് പരാതിയുമായി എത്തിയത്. നിക്ഷേപത്തുക തിരികെ ലഭിച്ചില്ലെന്നും പല തവണകളായി അടച്ച തുക തിരികെ ചോദിച്ചെങ്കിലും സൊസൈറ്റി ജീവനക്കാർ പണം നൽകാതെ തിരിച്ചയക്കുകയായിരുന്നുവെന്നും CK ശങ്കരൻ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. ഓരോരോ അവധി പറഞ്ഞ് ഇങ്ങനെ നീട്ടി കൊണ്ടുപോവുക. ആദ്യം പറഞ്ഞ് പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഗവൺമെൻറ്റിൽ നിന്ന് പൈസ കിട്ടിയാൽ കിട്ടാനുള്ള പൈസ കിട്ടിയാൽ മടക്കിത്തരാമെന്ന് പറഞ്ഞ് അത് അവധി കഴിഞ്ഞ് ചോദിച്ചേരം പറഞ്ഞ് അത് കിട്ടുന്നില്ല, സാമ്പത്തിക പ്രയാസമാണ് ഗവൺമെൻറ്റിനുള്ള, അതുകൊണ്ട് ഞങ്ങൾ വേറെ എന്തെങ്കിലും വഴി നോക്കിയിട്ട് ആക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അവർ പല പ്രാവശ്യവും ഓരോരോ പ്രാവശ്യം വരുമ്പം കൊടുത്താണ് ഇങ്ങനെ ഓരോ സർട്ടിഫിക്കറ്റായി പോയത്. വല്ല നിർബന്ധത്തിന് വഴങ്ങി കൊടുത്തു പോയതാണ്. പറയുന്നത് കേട്ടിട്ട് ഗവൺമെൻറ് കോൺട്രാക്ടറല്ലേ, അപ്പം പിന്നെ കുഴപ്പമൊന്നും വരില്ലെന്ന് ധരിച്ചു പോയി. അതേസമയം നിക്ഷേപത്തുക തിരികെ ലഭിക്കാത്തതിനെ തുടർന്ന് വയോധികൻ ജീവനൊടുക്കിയതിൽ റിപ്പോർട്ട് തേടിയതായി സഹകരണ വകുപ്പ് മന്ത്രി M. ലിജു പറഞ്ഞു. കക്ഷി രാഷ്ട്രീയം നോക്കാതെ കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും ഇതിനുവേണ്ട നടപടികൾ ആരംഭിച്ചതായും മന്ത്രി പറഞ്ഞു. ക്രമക്കേടും വിവിധ കാരണങ്ങളും കാരണം സർചാർജ് ഏർപ്പെടുത്തപ്പെട്ടിട്ടുള്ള മുഴുവൻ സഹകരണ സംഘങ്ങളുടെയും വിവരങ്ങളും അതുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകളെക്കുറിച്ചുള്ള റിപ്പോർട്ടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. പൂർണ്ണ വിവരം ലഭ്യമായാലുടൻ തന്നെ ഇത്തരത്തിൽ ഉള്ള സംഘങ്ങൾക്കെതിരെയുള്ള എന്താണ് അതിൻ്റെ അടിസ്ഥാനപരമായ കാരണം നോക്കി കബളിപ്പിക്കലും ഫ്രോഡലൻസ് നടന്നിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ ശക്തമായ ആക്ഷൻ ഉണ്ടാവും. കരാർ ജോലികൾ വ്യാജമായി കാണിച്ചും വാഹനങ്ങൾ അനുമതിയില്ലാതെ കൈമാറിയും പണം തട്ടിയെന്നുമാണ് സഹകരണ ജോയിന്റ് ഡയറക്ടർ നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയത്. സൊസൈറ്റി സെക്രട്ടറി പ്രീന, മുൻ പ്രസിഡന്റ് TV സുധീർ കുമാർ, റിനീഷ് എന്നിവരെ പ്രതി ചേർത്താണ് കേസെടുത്തിരിക്കുന്നത്. 2013 ആരംഭിച്ച സംഘത്തിൽ 3 വർഷം മുൻപാണ് ജീവനൊടുക്കിയ ഇബ്രാഹിം ഹാജി സൊസൈറ്റിയിൽ പണം നിക്ഷേപിച്ചത്. ഇദ്ദേഹവും ബന്ധുക്കളുമായി ഏകദേശം 74 ലക്ഷം രൂപയും നിക്ഷേപിച്ചിരുന്നു. ആദ്യഘട്ടങ്ങളിൽ പലിശ ലഭിച്ചിരുന്നെങ്കിലും പിന്നീട് മുടങ്ങി. തുടർന്ന് സൊസൈറ്റിയുമായി ബന്ധപ്പെട്ടവരുടെ മുൻപിൽ പരാതിയുമായി എത്തിയെങ്കിലും പണം തിരികെ കിട്ടിയില്ല. തുടർന്നാണ് ഇബ്രാഹിം ഹാജി സൊസൈറ്റിയുടെ മുൻ ഡയറക്ടർ സുധീർ കുമാറിന്റെ വീടിന്റെ മുന്നിലെത്തി തീ കൊളുത്തി ജീവനൊടുക്കിയത്. ന്യൂസ് മലയാളം, കോഴിക്കോട്.